വന്നതിന് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഒരു കുറേ മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. 5 ആന, 2 കടുവ, 1 സിംഹം. പെരിയാർ ടൈഗർ റിസോർട്ട് ഒട്ട് പതുക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്തിരിക്കുക. ഇറങ്ങാതെ എടുക്കുക. ഹലോ, അപ്പോൾ തേക്കടി കാണാൻ വരുന്നവർക്ക് വേണ്ടിയാണേ. ഇപ്പം നടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങോട്ട് നടന്നു പോയിട്ട് കാര്യമില്ല. ഞാൻ അവിടെ നടന്നു പോയിട്ട് ഇത് തിരിച്ചു വന്നതാണ്. നമുക്ക് അങ്ങനെ നടന്ന് പോകാൻ അവർ സമ്മതിക്കത്തില്ല. കാരണം ഇപ്പം ആന ഇറങ്ങി നടക്കുന്ന സമയമാണ്. ഇല്ലെങ്കിൽ കടത്തി വിടാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ബസ് ട്രിപ്പുണ്ട്. അതായത് ബസ്സിന് നമ്മൾ ഉള്ളിലോട്ട് കടത്തി വിടും. അങ്ങനൊരു ഓപ്ഷനുണ്ട്. അപ്പം ബസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതാ ബസ് തപ്പി ഞാൻ വന്നതാണ്. ഇവിടെ ഈ ഒരു പാർക്കിംഗ് ഏരിയ ആണ്. ഈ പാർക്കിംഗ് ഏരിയയുടെ അവിടെ വന്നു കഴിഞ്ഞാൽ ബസ് ഉള്ളിലുണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുക്കാം. അപ്പം ഇതുപോലത്തെ ബസ് ഇവിടെ കിടപ്പുണ്ട്. ടിക്കറ്റ് എടുക്കുന്നത് അവിടെയാണ്. നമുക്കപ്പോൾ ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് ബാക്ക് സീറ്റാണ് പിടിച്ചേക്കുന്നത്. നമ്മളെന്നും ബാക്ക് സീറ്റാണ് പിടിക്കാറുള്ളത്. പിന്നെ ടിക്കറ്റ് 75 രൂപയാണ് ടിക്കറ്റ്. ഇവിടെ ഇങ്ങനെ പോകാം. സത്യത്തിൽ പോകുന്നതേ ഒരു വനത്തിനുള്ളിലൂടെ തന്നെയാണ്. അതായത് ഒരു വനമാണ്, വേറൊന്നുമല്ല. പെരിയാർ ടൈഗർ റിസോർട്ട്, തേക്കടി, കേരള, ഇന്ത്യ. അങ്ങനെ നമ്മൾ തേക്കടിയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇനി ടിക്കറ്റ് എടുക്കണം ബോട്ടിൽ കയറാൻ വേണ്ടി. ശരിക്കും അവിടെയാണ് ബോട്ടിങ് നടക്കുന്ന സ്ഥലം. ഇതുവഴി നമ്മൾ ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. 255 രൂപ ടിക്കറ്റ്. എനിക്ക് 1:45 ബോട്ട്. അപ്പം ബോട്ടൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പം ശരിക്കും തേക്കടി എന്ന് പറയുമ്പം മെയിൻ കാഴ്ചകൾ അത് അവിടെ ബോട്ടുണ്ട്. ഇതെല്ലാവരും വെയിറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ആ സമയം കൊണ്ട് ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് റൗണ്ട് അടിക്കാം. നമ്മൾ വന്ന ബസ് ഇത് അവിടെ കിടപ്പുണ്ട്. അത് വെളിയിലോട്ട് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു ഹോട്ടൽ, റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നൈസ്. ഒരു കപ്പലിൻ്റെ ഷേപ്പിൽ. ആ നിൽക്കുന്നവരെല്ലാം ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണേ. അപ്പോൾ നമ്മൾ അതിലേതെങ്കിലും ഒരു ബോട്ടിലായിരിക്കും കയറുന്നത്. നല്ലൊരു വ്യൂ കേട്ടോ. നൈസ്. ഇതിൻ്റെ ഭിത്തിയിൽ ഉണ്ടോ, അതായത് ഇവിടെയുള്ള മൃഗങ്ങളുടെയൊക്കെ ഒരു ചെറിയ ഫോട്ടോയും അതിൻ്റെ പേരും ഒക്കെയാണ്. അപ്പം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യണം. നമുക്കവിടെ വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെയൊക്കെ കറങ്ങി നടക്കാം. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഇതുണ്ടോ, ആൾക്കാരങ്ങനെ ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. നമ്മളും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക.
അങ്ങനെ നമ്മൾ ബോട്ടിലോട്ട് എത്താറായി. നമ്മൾ കുറച്ച് നടക്കണം, അത്രേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. നൈസ് വ്യൂ ആട്ടോ. നമ്മുടെ ബോട്ടിൻ്റെ പേര് ജാല ജ്യോതി. 2 എണ്ണം കിടപ്പുണ്ട്. അതിലേത് കയറുമെന്ന് അറിയത്തില്ല. നമുക്ക് ഏതിലേലും കയറാമെന്ന് വെച്ചാൽ അപ്പുറത്തോട്ടേ കയറാം അല്ലേ? നമുക്ക് അകത്തേക്ക്. വാ, നമുക്ക് സീറ്റ് നമ്പർ 1 ആണ്. നമ്മൾ അവിടെ നിന്നാണ് വന്ന് ഇവിടെ വന്നു. ഇവിടെ നിന്ന് ടിക്കറ്റ് കൊടുത്തു. ഇതിൽ ഇത്രയും ആൾക്കാർ കയറി. ബോട്ട് പതുക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം കൊണ്ട് കണ്ടത് ഒരു കൊക്കിനെയാണ്. അതേ ഇരിക്കുന്നു. അവിടെ ഒരു എന്തോ ഒരു കാട്ടുപന്നിയാണ് എന്തോ നിപ്പുണ്ട്. പക്ഷേ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് 2 പേര് പോകുന്നത്. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായിരിക്കും. അതായത് ആ ബോട്ടയിൽ അവരെ അവിടെ ഇറക്കി വിട്ടതാണ്. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരല്ല, വേറെ ആരുമല്ല. സ്പീഡ് ബോട്ട് പോയപ്പോൾ നമ്മൾ പോകുന്ന ബോട്ട് കിടന്ന് ഒലയുന്നു, കുലുങ്ങുന്നു. വന്നതിന് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഒരു കുറേ മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങ് ദൂരെയാണ്, അങ്ങ് ദൂരെ കാണാനേ പറ്റത്തില്ല. ഇത്രയും ദൂരം കുറേ മൃഗങ്ങൾ. കാട്ടുപോത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുള്ള് കാട്ടുപോത്തുകളാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് കയറിയെടുത്ത് വന്നിട്ടുണ്ട്. എന്തോ എവിടെയോ ഒരു പോരായ്മ. മൃഗങ്ങളെ കണ്ടോയെന്ന് ചോദിച്ചാൽ കണ്ടു, എന്നാൽ കണ്ടില്ലയോ എന്ന് ചോദിച്ചാൽ കണ്ടുമില്ല. ജലജ്യോതി സംഭവം 5 ആന, 2 കടുവ, 1 സിംഹം. ഇതിനെയൊക്കെ കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. സത്യം പറഞ്ഞാൽ ഫ്ലോപ്പായിപ്പോയി. നമ്മൾ പ്രതീക്ഷിച്ച പോലൊരു ഒരു മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല. അത് നമ്മൾ വന്ന സമയമാണ്. ഒന്നുകിൽ രാവിലെ വരണം, അല്ലെങ്കിൽ ഈവനിങ് ടൈം. ഉച്ച സമയത്ത് വന്നാൽ ഒന്നിനെയും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതും കൊണ്ടൊന്ന് മനസ്സിലാക്കിയോ. അപ്പം സംഭവം അടിപൊളിയാണ്. ബോട്ടിങ്ങൊക്കെ സൂപ്പറാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ കണ്ടോ, ഇത്രയും പേർക്കും അടുത്ത ബോട്ട് വന്നുകൊണ്ടിരിക്കുക. ഈ പോയി ഇത്രയും പേർക്കും മൃഗങ്ങളെ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും കാണാൻ പറ്റിയില്ലെന്നല്ല, ഒരു കാട്ടുപോത്തിനെ അങ്ങ് ഒരു 1 കിലോമീറ്റർ അപ്പുറം ചെയ്ത് കാണാൻ പറ്റി. കൊക്കിനെ കാണാൻ പറ്റി. മാനുകളെ കാണാൻ പറ്റി. പുള്ളിമാനല്ല, കാട്ടുമാനെ കാണാൻ പറ്റി. ഇതുണ്ടോ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുന്നതാണ്.
ഇത് മറ്റേ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ചെങ്ങാടമാണ്. അപ്പം തേക്കടി അതിന് തൊട്ടടുത്തിരിക്കുക. അതിനോട് പോയി ബോട്ടിങ്ങിൽ കിട്ടാത്തത് നമുക്ക് അക്കരെ വന്നപ്പോൾ കിട്ടി. ചേട്ടാ ഇതിൻ്റെ എൻ്റെ പേര് മ്ലാവ്. മ്ലാവ്. ആ ഇതിന് പേടിയില്ല? ഞങ്ങളെ കാണുന്ന അറിയാവുന്നുണ്ട്. ഇങ്ങനെ വരുന്നതാണോ? കുഞ്ഞുണ്ട്. ഇതിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ബോട്ട് കയറി അങ്ങോട്ട് പോയത്. ഇതിവിടെ തൊട്ടടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കണ്ടതിൻ്റെ മ്ലാവിൻ്റെ കുഞ്ഞാണേ ഇതേ കിടക്കുന്നത്. അവൻ ഇറങ്ങാതെ കിടക്കുക. അതൊരു പേടിയില്ല. ഒത്തിരി അടുത്ത് പോകല്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒത്തിരി അടുത്ത് പോയി കഴിഞ്ഞാൽ ഓടിപ്പോകും. പക്ഷേ വിളിച്ചാൽ വരുമല്ലേ? പോവാ. നമ്മളെ പരിചയമില്ലാതെ നമ്മൾ വിളിച്ചാൽ വരത്തില്ല, നമ്മളെ അറിയത്തില്ല. അപ്പോൾ കുഞ്ഞവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ ക്യൂവിന് ആൾ നിൽപ്പുണ്ട്. നമുക്ക് നേരെ ഇനി ഏറ്റവും ക്യൂവിൻ്റെ പുറകെ പോകാം. ഇതുപോലെ ബസ് വരും. എന്നിട്ട് ഈ രീതിയിലൊരു ക്യൂ ഉണ്ട്. ഈ ക്യൂവിലൂടെ മാത്രമേ നമുക്ക് ബസ്സിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ക്യൂ നിന്നില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് ബസ് ഇറങ്ങി. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.